പെണ്ണുങ്ങൾക്ക് 2-3 കല്യാണം കഴിക്കാനുള്ളതുണ്ട് അറിയാം. പെണ്ണുങ്ങൾക്കും ഉണ്ട്, ആണുങ്ങൾക്ക് മാത്രമല്ല. എലിക്കുട്ടിനെ അടിക്കും, അങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ. എപ്പോഴും പിടിക്കും. നിങ്ങൾ കൂടുതൽ തെളിവുകൾ കാണാം. അമ്മുക്കുട്ടി ഗുഡ് മോർണിംഗ്. എനിക്ക് എപ്പോഴാ കിടക്കാറ് മോള്? ഇല്ല എടാ നേരത്തെ ആൻസിയുടെ ഇരുട്ടുമുറിയല്ലേ അത് കഴിഞ്ഞപ്പോഴേ പുറത്ത് വെട്ടമ്പോഴൊന്നും അറിയില്ല. ആൻസിയുടെ റൂമിലൊന്നും നോക്കിയാ ഇരുട്ടാ. അതാണ്, അതുകൊണ്ടല്ല അവിടെ കിടന്ന് മാറാത്ത. പകല് ഫുൾ ടൈം അവള് കിടന്നുറങ്ങും. അല്ലെങ്കിൽ അവർക്ക് സൗണ്ട് കേൾക്കാത്തോണ്ട് അവള് കിടന്നുറങ്ങും. പക്ഷെ അത് ഇരുട്ടുമുറിയല്ല, അതുകൊണ്ട് പറ്റിയില്ല. നമ്മുടെ ചോയ്ക്കുട്ടി എണിച്ചു. ഇപ്പൊ കൊച്ചിന് സ്കൂളിലാത്തതുകൊണ്ട് നേരത്തെ എണിക്കാലോ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പൊ എണിച്ചിട്ടുണ്ടോ? അപ്പൊ ഇപ്പം എണിച്ച് രാവിലെ എണിച്ചപ്പോ ഇപ്പൊ കൊച്ചിട്ട് സ്കൂളിൽ ഇല്ലല്ലോ, അത് കാരണം വൈകി എനിക്കും. അമ്മക്ക് ജോലി ഉണ്ട്, രാവിലെ തന്നെ അമ്മ മോർക്കറി വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ അമ്മേനെ നോക്കണ്ടേ? രാവിലെ എണിച്ച് പണി ചെയ്തിപ്പോ എന്താ പറയാ, ജോലിക്ക് എല്ലാ കറികളും കൊണ്ടുപോകുന്നുണ്ട്. ഞാനൊക്കെ രാവിലെ എണീച്ചിട്ട് പറ്റൂല, ആഗ്രഹങ്ങളും ഉണ്ട്. രാവിലെ എണീച്ചിട്ട് ഫുഡ് അമ്മ ഇല്ലല്ലോ. ഞാൻ രാവിലെ ആ സമയത്ത് അമ്മ ഇല്ല പറഞ്ഞ ടെൻഷന് രാത്രി ഉറക്കമുണ്ടാവില്ല. വേറെ ഹോസ്പിറ്റലിൽ കേസ് അമ്മ ഉണ്ടായ സമയത്ത് അപ്പൊ ഞാൻ രാത്രി ഇച്ചിരി നേരം ഉറങ്ങും, ആഹാരം വെക്കും. ആ സമയത്ത് നമുക്ക് അമ്മ ഉണ്ടല്ലോ, നമുക്ക് കുഴപ്പമില്ല. അമ്മ ഉണ്ടല്ലോ രാവിലെ എനിക്കും ആ ഇതുണ്ട്. അപ്പൊ അമ്മ ഇല്ലാ സമയത്ത് എനക്ക് ടെൻഷൻ. അപ്പൊ ഞാൻ വിചാരിക്കും നേരത്തെ എനിക്കിനോ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആഹാരം വെച്ച് എനിക്കും രാവിലെ എനിക്കിന് എനിച്ചിട്ട് ഇങ്ങനെ സഹായിക്കുന്നു ഇഷ്ടപ്പെട്ടേ. രാത്രി വൈകി ഉറങ്ങും, അത് കാരണം രാവിലെ എനിക്കിന് പറ്റില്ല. സോയ്ക്കുട്ടിക്ക് ഏപ്രിൽ ഫൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ അമ്മേ അടിപൊളി ഉണ്ടായിരുന്നുള്ളൂ ഏപ്രിൽ ഫുള്ള്. ബാപ്പറേ, ഏപ്രിൽ ഫുള്ള് അടിച്ച് പൊളിച്ചാന്ന്. ബാപ്പറേ, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു നീ ശരിക്കും അത് മേടിച്ച, നിനക്ക് സെക്കൻഡ് ഹാൻഡ് താല്പര്യം ഉണ്ടല്ലോ വണ്ടി. അപ്പൊ ഞാൻ വിചാരിച്ച ശരിക്കും നീ മേടിച്ചോ വിചാരിച്ചോ. അമ്മ ഒക്കെ ആയിരുന്നാ ഇത് ഏപ്രിൽ ഫൂള്? എനിക്കും അല്ല, ഏപ്രിൽ ഫൂൾ ഞാനോട് പറഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷെ എനിക്കും ബെൻസ് ഇഷ്ടമുണ്ടായിട്ടില്ല. നമ്മളങ്ങനെയൊന്നും കഴിക്കുന്നുണ്ടല്ലോ. അല്ല നമുക്കറിയാലോ ഏപ്രിൽ ഫൂളാണ്. ഞാൻ പറഞ്ഞ അതുകൊണ്ട് എനിക്കങ്ങനെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏപ്രിൽ ഫൂൾന്ന് വെച്ചാലേ എന്താ, ഇവക്കത് ഇത് ഉണ്ടായിരുന്നില്ലല്ലോ. ഇവക്ക് ആ സാധനം ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതൊരു ഇതുണ്ടായിരുന്നില്ല. അതല്ല മറ്റേ ഇവിടെയുള്ള ചേച്ചിനെ പറ്റിച്ചാണ്ടായിരുന്നു. ഇവള് താഴെ വന്നൊന്നും പറഞ്ഞല്ലേ നീ പറ്റിച്ചത് എനക്കും കിക്കായോ, ഞാൻ ചേച്ചിക്ക് പറ്റിക്കാലോ വിചാരിച്ചു. അപ്പൊ ഞാന് 2 ദിവസമായി ചേച്ചിക്ക് വിളിച്ചാന്നില്ല. ഞാൻ കുറച്ച് തിരക്കുണ്ടായിരുന്നുള്ളൂ, അപ്പൊ ഞാൻ വിളിച്ചില്ല. അപ്പൊ ഞാൻ ഏപ്രിൽ ഫുൾ ദിവസം വിളിച്ചാന്നുള്ളു. അപ്പൊ ഞാൻ പറഞ്ഞ ഞാനിതേ വീട്ടിക്ക് താഴെ എത്തി, ചേട്ടാക്ക് വീട്ടിക്ക് താഴെ എത്തി, വേഗം റോഡില് വാ, ഞാൻ ഇപ്പൊ ജോലിക്ക് സർപ്രൈസ് കൊടുക്കട്ടെ പറഞ്ഞു. ചേച്ചി വിശ്വസിച്ചിട്ട് നീ വരില്ല, നീ അന്നിട്ട് വന്നിട്ട് പോയി, ഇപ്പൊ വരില്ല, നീ എനക്ക് അറിയാം, നീ വെറുതെ നോണ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്ന നോണ ഇല്ലേ, ശരിക്കും ഞാന് വിശ്വസിച്ചില്ല. അപ്പൊ ഞാന് പുണ്യസൊക്കെ ജാക്കറ്റ് ഇട്ടിട്ട് നമ്മള് മൂന്നാർ പോകുമ്പോ അപ്പൊ നിന്റെ പുണ്യസൊക്കെ ഫോട്ടോ എടുത്ത. അപ്പൊ തണുപ്പ് ജാക്കറ്റ് കണ്ടപ്പോ മനസ്സിലായി വരണുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് മെറിന കുളിക്കുന്നുണ്ടായിരുന്ന. അപ്പൊ മെറിനൊക്കെ ചേച്ചി പറഞ്ഞു വേഗം കുളിക്ക്, പുറത്ത് വാ ചേച്ചി, ആന്റി അങ്കിള് വരണുണ്ട്, വേഗം മെറിന വേഗം. അപ്പൊ ചേച്ചിയും വേഗം തോടിക്കുന്നു, താഴെയൊക്കെ തോടിച്ചെന്തോ. പിന്നെ താഴെ പോയപ്പോ ബോബി ഇതിണ്ടല്ലോ, താഴെ ഒരു ചേച്ചി ഉണ്ട്. ആ ചേച്ചിക്ക് പറയും ഇതേ സോനാ വരണുണ്ടോ, അയ്യോ സർപ്രൈസ് കൊടുത്തിട്ട് ഞാനൊക്കെ എന്താ ചെയ്യുന്നു വാപ്പേ പറഞ്ഞിട്ട് അങ്ങനെ വർത്തനം പറയാം. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ വരുന്നില്ല, നിനക്ക് ഏപ്രിൽ ഫുൾ ആക്കി പറയുന്നു. അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് സങ്കടമായി. അപ്പൊ ഞാൻ ആ ദിവസം മൂന്നാറും ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ ട്രിപ്പ് പോകുന്നുണ്ടോ, പിന്നെ വിളിക്കാട്ടോ പറഞ്ഞു. ഞാൻ തമാശ ആക്കിട്ട് വിളിച്ചോ.
ചേച്ചിക്ക് വിഷമമായി. പിറ്റേ ദിവസം ഞാനൊക്കെ പറയും, നീ എന്റെ വർത്തനം കേക്കൂ, നിക്കേ, നിങ്ങള് പറഞ്ഞിട്ട് എനിക്ക് എന്തോരം സന്തോഷമായി, എനിക്ക് എന്തോരം ഇതായി, ഞാൻ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് വയ്യ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഞാനൊക്കെ പറഞ്ഞു, അലക്ക പറഞ്ഞു കൊടുക്കുന്നുണ്ട് പറഞ്ഞു. എന്ത് കൊടുക്കുന്നത്? ചേച്ചിക്ക് ഏപ്രിൽ ഫുൾ ആക്കിയല്ലോ. ഞാൻ പറഞ്ഞു അലക്സ അറിയില്ലോ, ഞാൻ മാത്രം എനിക്ക് ഏപ്രിൽ ഫുൾ ആക്കി പറഞ്ഞു. അലക്സ പറഞ്ഞു കൊടുക്കുന്നുട്ടോ പറഞ്ഞിട്ട് അത് അതിനേക്കാളും വലിയ പൊട്ടി. അല്ല ഇവളോട് നമ്മളൊന്ന് 30-ാം തീയതി ചെയ്തത്. അല്ല ഇവള് പിന്നെ അമ്മ ചേച്ചി അതിനേക്കാളും വലിയ പൊട്ടിയാണ്. എന്ത് പറഞ്ഞാൽ രണ്ടും കണക്കാ. അതാണ് അവളെ ചിന്തിക്കുന്നില്ലല്ലോ. കൊച്ചൊക്കെ സ്കൂളിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഡേറ്റ് അങ്ങനെ ഡേറ്റ് നോക്കും ഞാൻ. കൊച്ചൊക്കെ സ്കൂളിൽ 27-26 വേറെ ആ ഡേറ്റ് ഓർമ്മ. അത് കഴിഞ്ഞിട്ട് ഞാനും ഡേറ്റും മറന്നുപോയി. അല്ല അതിന്റെ ഇടയ്ക്ക് സനുദീപി, അത് വേറെ കോമഡി. നമ്മുടെ തൃശ്ശൂരിലുള്ള ചേച്ചില്ലേ, മറ്റേ ഇവളുടെ അമ്മയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിനെ കുറിച്ച് പറയട്ടെ. അത് പറയടി. ആ ചേച്ചിയും പറഞ്ഞു, നീ വണ്ടി മേടിച്ചല്ലേ, എനക്ക് പറഞ്ഞില്ലല്ലോ നീ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അത് വണ്ടി മേടിച്ചില്ലോ, എനിക്ക് ഏപ്രിൽ ഫുൾ ആക്കി പറഞ്ഞു. അയ്യോ ഞാൻ ചേട്ടക്കൻ പറഞ്ഞു സോയിക്കുട്ടി വണ്ടി മേടിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, അയ്യോ ഇത് നല്ല റേറ്റിന് വണ്ടി ഉണ്ടല്ലോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഏപ്രിൽ ഫുൾ അലക്സ്. അയ്യോ ഞാനും എല്ലാവർക്കും പറഞ്ഞു. കണ്ടില്ല വീഡിയോ കണ്ടു. ഇന്റെ അറിയില്ല. ചേച്ചി പറഞ്ഞേ എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുത്തോ, ഇത് സോയിക്ക വണ്ടി മേടിച്ചു പറഞ്ഞു. അയ്യോ പിന്നെ തിരിച്ച് ഞാനോട് പറഞ്ഞ തിരിച്ച് ചേട്ടൊക്കെ പറഞ്ഞില്ല, അറിയില്ല. മുമ്പ് പറഞ്ഞു ചേട്ടൊക്കെ സോയിക്കുട്ടി വണ്ടി. അപ്പൊ ചേട്ടാ പറഞ്ഞു, ഇത് നല്ല റേറ്റിന് വണ്ടി ഉണ്ടല്ലോ പറഞ്ഞു. അങ്ങനെ അമ്മച്ചി. പിന്നെ വേറെ കാര്യം, ഞാൻ വേറെ കല്യാണം കഴിക്കണോ? അല്ല ഇവിടെ ഏതിനാ സ്വപ്നം കണ്ടോണ്ടിരിക്കണേ? ഇന്നും ഞാൻ സ്വപ്നം കണ്ട അപ്പുകുട്ട വേറെ മാരേജ് ഉണ്ടോ? കൊച്ചു പ്രഗ്നന്റ് ഉണ്ടോ? നിന്റെ വൈഫ് പ്രഗ്നന്റ് ഉണ്ടായോ? വൈഫ് എങ്ങനെയുണ്ട് അത് പറ. വൈഫൊക്കെ ഫേസ് ഓർത്തില്ലല്ലോ. അതെന്താ വയറ് മാത്രം കാണുള്ളൂ പെണ്ണുങ്ങളുടെ? വയറ് മാത്രം കണ്ടോ? എന്റെ അങ്ങനെ നോക്കിട്ട് നീ എന്തിനാണ് വേറെ കഴിക്കണമെന്ന് ഞാനങ്ങനെ ഉറക്കത്തിന് എണിച്ചു എന്നാണ്. ഇതെന്ത് ഇങ്ങനെ പറയണത്? 2 കൊച്ചുങ്ങളാ? എത്ര പ്രഗ്നന്റ് ഉണ്ടോ? എന്താ ചോദിക്കട്ടെ അങ്ങനെ കാണണേ? അറിയില്ലല്ലോ, അങ്ങനെ കണ്ടോ ഞാനൊക്കെ. അപ്പൊ ദോശക്കല്ല് ചുടുമ്പോ ടേസ്റ്റ് അടി എണ്ണ പറ്റിയിട്ട് ചുടുമ്പോഴേ ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ അമ്മക്ക് മോർക്കറി നല്ല. പക്ഷെ എനക്ക് ഇന്നലെ മോർക്കറി ഭയങ്കര ഇഷ്ടമായി. സാധാ നമുക്ക് അവിടെയും അങ്ങനത്തെ മോർക്കറി ഉണ്ടാക്കും വീട്ടില്. അപ്പൊ ഇന്നലെ ഞാൻ 2 പാത്രം മോർക്കറി കഴിച്ചു. രാത്രിയും കുറച്ചുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഞാൻ കുടിച്ചു. കഷ്ണമില്ലാത്ത അത് ഇതുണ്ടല്ലോ, ഉണക്കമുളക്, പിന്നെ നമുക്ക് ഇത് കടുക്, പിന്നെ അതെന്താ ഉലുവ ചേർക്കുമ്പോൾ അതൊക്കെ മണം നല്ല രസമുണ്ട്. അപ്പോൾ അതിലൊന്നും ചേർക്കാതെ, കഷ്ണം ചേർക്കാതെ മോര് മാത്രം ഇടുമ്പോൾ സാധാ അത് നല്ല ചൂട് ചോറിട്ട് ഒഴിച്ച് കഴിക്കും. നല്ല രസം. എനക്ക് വെറുതെ ഇങ്ങനെ കുടിക്കുന്ന നല്ല രസം. അപ്പൊ നമുക്ക് നാടൻ അച്ചിങ്ങ നമുക്ക് അവിടെ മമ്മി തന്നാണോ, നല്ല ഫ്രഷ് നല്ല ഇത്. ഇപ്പൊ 2 ചക്ക കിട്ടിട്ടുണ്ടോ? പക്ഷെ ആരെ വെട്ടന്നെ അല്ലേ? രാവിലെ തന്നെ വെയിൽ അവിടെ കളിയുമ്പോ മമ്മിയോട് പറയാം വെട്ടാന്ന്. അതിനിപ്പോ വൈകുന്നേരം എടുത്തിട്ട് അത് ചിലപ്പോ നോക്കട്ടെ. നമുക്ക് 2 ചക്ക കിട്ടിയിട്ടുണ്ട്. 1 ചക്ക പഴുപ്പിക്കാം അല്ലേ? ഇല്ല അത് പഴുക്കിന് പറ്റോ? നമുക്ക് 2 ചക്ക കിട്ടിയിട്ടുണ്ടോ? എന്താ ചുണ്ടരി ഒന്നിച്ചിട്ടുണ്ട്. അതിന്റെ അമ്മേ കമലിട്ട് ഉറങ്ങി. ബാപ്പേ കൈ യൂണിക്കണക്ക് കമൽ കാണിച്ചു കൊടുത്തേ. നല്ല മുലിയുണ്ടല്ലോ ബാപ്പേ. യൂണിക്കണക്ക് കമൽ കാണിച്ചു കൊടുത്തേ. കാത് കുത്താലെ സ്വർണം ഇടാം, ഡയമണ്ട് ഇടാം. എൻ്റെ അമ്മ ഇത് വേദന ഇല്ല ചക്കരേ, ഇത് മാറ്റൂട്ടോ.
ചുന്ദരി കോത എണിച്ചല്ലോ, ചാക്കര എണിച്ചല്ലോ. എന്താപ്പാ? ആ ആ മൈലാഞ്ചി നമുക്ക് ഫോട്ടോഷൂട്ട് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മൈലാഞ്ചി ഇടാട്ടോ. ചുന്ദരി കോതാക്ക് മൈലാഞ്ചി വേണോ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഞാൻ മേടിച്ച് വെക്കിട്ടുണ്ടോ. നമുക്ക് നാളെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് മൈലാഞ്ചി ഇടാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് തുമ്മ. ചുന്ദരി കോതാക്ക് കാത് കുത്തിയിട്ടില്ലല്ലോ, അപ്പൊ വേറെ നമുക്ക് ഇതുണ്ടല്ലോ, ജസ്റ്റ് അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല ആ മാഗ്നറ്റ്, അങ്ങനത്തെ ഇയറിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പാവം കുത്താനും കൊണ്ടുപോയാൽ പിന്നെ അവൾക്ക് ഭയങ്കര കരച്ചിലുണ്ട്, അതിന് കുത്തിയിട്ടില്ലേ. ഇപ്പൊ കുത്താൻ പറയുമ്പോൾ അവൾക്ക് പേടി കുത്തൂല, അപ്പൊ കുഴപ്പമില്ല, പിന്നെ വലുതാവുമ്പോ ചെയ്യാല്ലേ. മാഡം യെസ് ടെൽ മീ. എന്താ പരാപൻ? I want to one more toy. ഓക്കെ ഗീവ് മീ. ഓ, അന്വേഷിക്കായിരുന്നു ആയിരുന്നു. എന്താ ഡീറ്റെയിൽസ്? ആ പെണ്ണ് ഇവിടെ തരിക. പിന്നെ പെണ്ണൊക്കെ കണ്ടില്ലേ? ശരിക്കും വയറ് മാത്രം കണ്ട പെണ്ണ് കണ്ടില്ല. ആ വയറിന്റെ ഉത്തരവാദിത്വം ഞാനായിരുന്നു, നിനക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ നീ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നിന്റെ കൊച്ച പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ആ പെൺകൊച്ച്. അപ്പൊ ആ പെൺകൊച്ചി പറഞ്ഞ ഫേസ് കണ്ടില്ലേ? ഫേസ് ശരിക്കും സ്വപ്നല്ലേ ഫേസ് കാണൂലല്ലോ, അതെന്താ അല്ലേ? സ്വപ്നത്തില് ഭയങ്കര റൂഡാട്ടാ, ഭയങ്കര റൂഡുള്ള പരിപാടിയാണ് ഫേസ് കാണാണ്ട് കുറ്റപ്പെടുത്തുന്നത്. ഫേസ് കാണുന്നില്ല. സപ്പോസ് can I marriage? പിന്നെ അതെന്താ ലവ് ഷെയർ ചെയ്യണ്ട എല്ലാവർക്കും. ഞാൻ എല്ലാവർക്കും ലവ് ഷെയർ. ആണുങ്ങൾക്ക് 2 or 3 കല്യാണം കഴിക്കാനുള്ളതുണ്ട്, പെണ്ണുങ്ങൾക്കും ഉണ്ട്, ആണുങ്ങൾക്ക് മാത്രമല്ല. കല്യാണം കഴിക്കരുത്. പിന്നെ ആണുങ്ങൾക്ക് പറ്റുന്ന, പിന്നെ പെണ്ണുങ്ങൾക്ക് പറ്റില്ല. അതെന്താ ഇത്? പറയൂ. വേറെ മാരേജ് ഇല്ല, സ്വപ്നം കാണുമ്പോ നമുക്ക് ഒരു ഇത് തോന്നുന്നു. ഞങ്ങൾ അങ്ങനെ കാണാറില്ലല്ലോ. നിങ്ങൾ വേറെ കല്യാണം കഴിക്കണത് നമുക്ക് കാണും. ഞങ്ങൾ ബോയ്സ് അങ്ങനെ കാണാറില്ല. ഐ മീൻ ഞാൻ കാണാറില്ല, വേറെ ആരും കാണുന്ന അറിയില്ല. ഇന്നലെ ഇത് മാരേജ് മാറ്റർ ടോക്ക് ചെയ്തല്ലോ, അത് കാരണം ഉണ്ടാവും. ഇതെന്താ പുണ്ണസൊക്കെ ഫോട്ടോ വീഡിയോ റീൽസ് ചെയ്യുന്ന, ഫോട്ടോ ചെയ്യുന്ന അത്ര താല്പര്യമില്ല, പക്ഷെ ഡാൻസ്. ഓ മൈലാഞ്ചി പുണ്ണസ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് മൈലാഞ്ചി ഇടാം. പുണ്ണസൊക്കെ കൊച്ചൊക്കെ ഇത് ഡാൻസിൽ ഭയങ്കര ഇഷ്ടാട്ടോ. ഡാൻസ് മേക്കപ്പ് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടം. അപ്പോ കൊച്ച് ഡാൻസ് എന്താ ചെയ്യും, 2-3 സ്റ്റെപ്പ് നോക്കും ഫസ്റ്റ്. അല്ല, വേറെ ഡാൻസിന് പല രീതിയിലുള്ള ഡാൻസ് ചെയ്യണം. പെട്ടെന്ന് പഠിക്കും, നല്ല ഇതുണ്ട് പഠിക്കുന്ന. അപ്പൊ അല്ല, അത് എല്ലാവർക്കും കഴിവുണ്ട്, ഓരോരുത്തർ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് ഐഡിയ തന്നെ. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെറ്റിനെ പഠിക്കും. എല്ലാവർക്കും അങ്ങനെയല്ലേ, എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട് അങ്ങനെ പഠിക്കും. ഞാനൊക്കെ ശരിക്കും ഡാൻസ് ഞാൻ ചെറുപ്പത്തിൽ സ്കൂൾ സമയത്ത് കളിക്കുന്നുണ്ടായി പറഞ്ഞ് ഇപ്പൊ എത്ര വർഷം ഗ്യാപ്പായി, 15-16 years ഗ്യാപ്പായി ഡാൻസ്. ശരിക്കും ഡാൻസ് കളിക്കുന്ന ഇപ്പൊ ബോഡി ഫ്ലെക്സിബിൾ ഇല്ലല്ലോ, അപ്പൊ മൂവ് ആവുന്നില്ല. അപ്പൊ ഈ ചെറുതായി ഡാൻസ് ചെയ്യുമ്പോ ഇപ്പൊ ഇച്ചിരി ഒരു കമന്റ് ഉണ്ടായിരുന്നേ, എന്താ ഞാൻ ബ്രേക്ക് ഡാൻസ് കളിക്കൂലായിരുന്നു. കളിക്കൂ, നല്ലതാ. അത് കണ്ടാ വിശ്വസിക്കില്ലല്ലോ എന്റെ ബോഡി കണ്ടിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ സ്റ്റേജിലൊന്നും കളിക്കില്ല, ജസ്റ്റ് എന്തെങ്കിലും കണ്ട് അന്ന് ബോഡി വയറൊന്നും ഇല്ലല്ലോ, അപ്പൊ അങ്ങനെ കളിക്കാൻ പറ്റുമായിരുന്നു. പണ്ട് അപ്പൊ കൂടെ ഡാൻസ് ക്ലാസ് പോകുന്നുണ്ടായിരുന്നു ലവ് സമയത്ത്. ടൈം കിട്ടില്ല, ആ സമയത്ത് നല്ല ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സ്ലിം ഉണ്ടായിരുന്നല്ലോ. യെസ് ഒയ്യോ അത് അവിടെ ചാലക്കുടി ടയർ ഇറങ്ങി ചൂടല്ലേ, അപ്പൊ ചാലക്കുടി അടുത്താണ്. ഇല്ല, ഇപ്പൊ ചൂടല്ലേ, അപ്പൊ ഫോറസ്റ്റില് വെള്ളം ഉണ്ടാവില്ല, ചിലപ്പോ ഫുഡ് കഴിക്കുന്ന അങ്ങനെ ഒന്നും. അത് കാരണം ഇവിടെ കുറങ്ങും വന്നത് ആദ്യമായിട്ട് ഞാൻ കണ്ടത്. മങ്കി വരും, അത് കാരണം എല്ലാരും ഇങ്ങോട്ട് വരും. അപ്പൊ അങ്ങനെ ഫോറസ്റ്റില് എല്ലാവർക്കും ചൂടുണ്ടാവൂലോ, ഭയങ്കര ചൂടുണ്ട്. ഫുഡൊക്കെ വേണ്ടി അന്വേഷിക്ക് നോക്കും. നമുക്ക് അവിടെ നാട്ടിലെ പക്ഷെ കുറവ്
നമുക്ക് അവിടെ ഫുൾ മഴ, എന്താ പറയാ, കാട്, ട്രീ, അങ്ങനെ ഹിൽസ് മൗണ്ടൻസ് ഏരിയ അല്ലേ. അപ്പൊ കുരങ്ങ് മിക്കവാറും വീട്ടില് പോകും. നമുക്ക് വീട്ടില് പണ്ട് കിച്ചണില് എല്ലാം നശിച്ച് പോകും. ഒരു ദിവസം ബെഡില് മങ്കി ഇങ്ങനെ കുരങ്ങ് ബെഡിൽ ഇരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇത് എനിക്ക് തിരിച്ചു മേടിച്ചു തരണം. വലിയ ഇതാ ഈ കുഞ്ഞു സാധനം. കുഞ്ഞു സാധനം അങ്ങോട്ട് തരുമ്പോ എനിക്ക് ഇങ്ങോട്ട് തരുമ്പോ വലുത് മേടിച്ചു തരണം. അങ്ങനെ നമുക്ക് കുറെ കണക്ക് പറയാനുണ്ട്. കണക്കൊന്നും പറയണ്ട, കണക്കൊന്നും പറയണ്ട. റെഡി ഇതിന് തിരിച്ചു കൊടുക്കണമെന്ന്. എത്ര രൂപയാണ് ഇതിന്? എത്ര രൂപ? 35 രൂപ. 35 രൂപയ്ക്ക് വന്നേ ഒരു കാര്യം പറയുന്നുണ്ട്. അതെ, നമ്മൾ ലേബർ ഫുൾ വീഡിയോ ചെയ്തായിരുന്നല്ലോ. അപ്പൊ അമ്മ വലിയ പെൻസ് മേടിക്കണം എന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ, അപ്പൊ കുറെ പേര് ചോദിച്ചാണ് അങ്ങനെ പറയാൻ പാടുള്ളത്. എന്താ വലിയ പെൻസ് മേടിക്കാത്തതിന്റെ കാരണം അമ്മ അധികം നാളില്ല അങ്ങനെ പറയുന്നത് പറഞ്ഞ്. അമ്മച്ചി നമ്മളിങ്ങനെയല്ലേ വീട്ടില്, അതിങ്ങനെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നമുക്ക് വാങ്ങാൻ ദൈവം വിളിക്കണേ നമുക്ക് അറിയാൻ പറ്റും. അല്ല ഞാൻ നമ്മളെപ്പോഴും വീട്ടിൽ പണ്ട് ഇങ്ങനെയല്ലേ പറയണത്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മള് വീട്ടില് എങ്ങനെയാണ് എന്താ അമ്മ മകൻ ബന്ധമൊന്നുമില്ല, ഫ്രണ്ട്ഷിപ്പ് ഓൺലി. അപ്പൊ അതുകൊണ്ടാ വൈബ്. അപ്പൊ എന്തും ഇങ്ങോട്ടും പറയും, എന്നെ എന്തോരം പറയുന്നുണ്ട്. നിനക്ക് എന്നെ പോലെ പൊക്കമില്ലാത്ത പെണ്ണിനെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ദേ പൊക്കമില്ലാത്ത സാധനം കണിക്ക് കൊണ്ട് തന്നത്. കണ്ടാ ഇവിടെ കാണിച്ചേ, കണ്ടാ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അമ്മേനെ കളിയാക്കി. അതെന്നെ അമ്മേനെ കളിയാക്കി. അമ്മക്ക് ഇത്ര പൊക്കമുള്ളൂ, ഇതല്ല ശരിക്കും പൊക്കം, താഴെ ഇറങ്ങിയേ ഇത്രയും പൊക്കമുള്ളൂ. അപ്പൊ അമ്മ പറയും, അപ്പൊ അമ്മേനെ കളിയാക്കും ഞാൻ. അപ്പൊ അമ്മ പറയും നിനക്ക് ഇതുപോലത്തെ ഒരു പെണ്ണിനെ കൊണ്ട് തരുള്ളൂ എന്ന്. അങ്ങനെ തന്നെ കിട്ടും, അങ്ങനെ തന്നെ കിട്ടും. കാരണന്മാരുടെ ശാപം കിട്ടും. അപ്പൊ ഞാനും അമ്മ ഇങ്ങനെയാണ് വീട്ടില്. ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബാണ് എപ്പോഴും ഇവിടെ കീപ്പ് ചെയ്യണേ. നമ്മളെ അമ്മ മകൻ വിളിച്ച് എപ്പോഴും റെസ്പെക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ റെസ്പെക്ട് ചെയ്യാൻ കുറച്ച് അകൽച്ച വരും. കുറച്ച് അകൽച്ച വരും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ താല്പര്യം. അതുകൊണ്ട് എല്ലാരും ഒരേപോലെ കാണണം. എന്റെ അമ്മേനെ ആരായാലും അങ്ങനെ തന്നെ കാണുള്ളൂ. ഇപ്പൊ ഞാൻ ഏലുക്കുട്ടീനെ അമ്മേനെ തന്നെ വിളിക്കാറ്, എന്റെ അമ്മേനെ അമ്മേനെ തന്നെ വിളിക്കാറ്. മനസ്സിലായല്ലോ. പക്ഷെ നിങ്ങൾ അങ്ങനെ പറഞ്ഞ ഒരു തെറ്റില്ല കേട്ടോ, വേറെ ഒന്നുമല്ല. കാരണം കാണുന്നവർക്ക് അങ്ങനെ തോന്നുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായാലും അങ്ങനെ പറയുള്ളൂ. മനസ്സിലായോ? അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ മനസ്സറിഞ്ഞ് നിൽക്കും പറയാറില്ല. നമ്മൾ ആ ഫൺ രീതിയിലായിട്ട് പോയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. കാരണം വെച്ചാൽ ഞാനും എലിക്കുട്ടി ഒടുക്കത്തിടിക്കും. പ്രായം നോക്കൂല്ലേ, എലിക്കുട്ടി എന്നെ ഇടിക്കും, ഞാൻ ആ എലിക്കുട്ടിനെ ഇടിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ കൂടുതൽ തെളിവുകളൊക്കെ കാണാം, കൂടുതൽ തെളിവുകളൊക്കെ തമാശയായിട്ടല്ലേ പറയുള്ളൂ. എന്താ ശല്യം കൂടുതല്, ശല്യം കൂടുതല്. അതെന്താ നീ വീഡിയോ എടുക്കാത്ത? ഞാൻ കാണിച്ചു കൊടുക്കണൊക്കെ നീ വീഡിയോ എടുക്കില്ലല്ലോ. അവള് ഓർക്കൂല്ലേ, അവളിങ്ങനെ നോക്കിക്കും. ഇപ്പൊ ഞാൻ കാണിച്ചിട്ട് ഇടി വിടുന്നത് എന്നാ അടിയാണ്. രാത്രി ഭയങ്കര ഞങ്ങൾ ഇടി വിടിയതാ, ഞങ്ങൾ ഇടി വിടണത്. ആൻസും വിട്ടുകൊടുക്കില്ല, ഞാനും വിട്ടുകൊടുക്കില്ല. ആ മാതിരി ഇടിയായിരിക്കും. ഇവിടെ നോക്കേ കളിക്കല്ലാട്ട എന്റെ ഇടി മേടിക്കും. പാവം, എത്ര ഇടി കൊണ്ട് ശരിയൊക്കെ ചാവാറായി. കുട്ടി ഞാനും ഏലിക്കുട്ടികളുടെ ഇടി അങ്ങനെ ഉണ്ട്. പറയടി, ഞാനും അമ്മയായിട്ടുള്ള ഇടി എങ്ങനെ ഉണ്ട്? അതുകൊണ്ടാണ് അമ്മ എന്റെ വീട്ടിലോട്ട് വരാത്തെന്ന് പറയണത്. ഞാൻ ഇന്നലെ 2 പ്രാവശ്യം വന്ന്. നിങ്ങൾ പോയത് ഞാൻ അറിഞ്ഞില്ല കാലത്തെ. എവിടെ? അപ്പൊ പറഞ്ഞില്ലായിരുന്നാ? പറഞ്ഞല്ല, അന്നേരം പോകുന്ന ആഴ്ചയില്ല നിങ്ങള്. പരിപാടി ഇത് നമുക്ക് ചക്ക അടിച്ച് വെണ്ടക്കിന് വെട്ടിന് അടിച്ച് നമ്മുടെ അടിച്ച് ചക്ക. അതെ, ചക്ക വെട്ടി ചക്ക ചക്ക അടിച്ച് നാളെ ടേസ്റ്റ് ഇതിന്റെ. നീ
തിന്നണ്ട ഇറച്ചി. ആ ഇന്നും ഉണ്ടാക്കണോ? ഇന്നും ഉണ്ടാക്കണോ? നിന്നങ്ങ് പറ്റില്ല പ്രശ്നം. എനക്ക് മേടിച്ചതാ. വേണ്ട, ഞാൻ കഴിക്കുന്നില്ല, ആരും കഴിക്കുന്നത്. അപ്പൊ നമുക്ക് നിന്നേക്ക് കഴിക്കുന്ന പാട്ടില്ല, പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒരാള് കഴിക്കില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് കഴിക്കാൻ പറ്റുമോ? നല്ല പാട്. നീ ആള് കരുതില്ല നീ. അതെ, ദേ എല്ലാരും വിചാരിക്കുണ്ടാണ് എന്തോരം ചക്ക വെട്ടനെ ഈ സോയിക്കുട്ടി പറയുണ്ടാവും അല്ലേ അമ്മേ? ആ സോയിക്കുട്ടി എല്ലാ വീട്ടിൽ തന്നെ തിണ്ടും. ചക്കതായോ ചക്കതായോ. എല്ലാ വീട്ടിലും ചക്ക തന്നെ വെച്ചോ. ഓരോ വീട്ടിൽ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ അടുത്ത വർഷത്തേക്ക് ബുക്ക് ചെയ്യും. റംബുട്ടാൻ മറ്റേ കടകളൊന്നും ബുക്ക് ചെയ്തിരിക്കണ്. ഞാൻ റംബുട്ടാൻ ചക്ക എല്ലാവർക്കും ചോദിക്കും. ചിലപ്പോ സിഗരറ്റ് കണ്ട് പറയണ എന്താന്നാ, ചക്ക ഇട്ടപ്പോ എന്നോട് പറയാ അലസിനോട് വരാൻ പറയാട്ടോ ചക്ക കൊണ്ട് വന്ന്. അപ്പൊ ഞാൻ വീട്ടിലത് പോർത്ത് ഇപ്പൊ നിങ്ങൾക്ക് ചക്കാന്ന്. അപ്പൊ എനിക്ക് ഞാൻ ഇതേപോലെ അവന്റെ കടയിൽ കൊണ്ടൊരു ചക്ക എനിക്ക്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങള്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ഡേ, ഹാവ് എ ഗുഡ് ഡേ. അമ്മ ബൈ പറ. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ പറഞ്ഞു കൊടുത്തേ അമ്മേ. ആ സബ്സ്ക്രൈബ്. ഇതോടെ സബ്സ്ക്രൈബ് അടിക്കാൻ പറ്റുന്നില്ലേ? ഞാനും സർപ്രൈസ് പറയുന്നുണ്ട്. സബ്സ്ക്രൈബ്. ആ അപ്പൊ എല്ലാരും ചെയ്യണം കേട്ടോ. ബൈ.